പാർലറിൽ ചെയ്യുന്ന ഫേഷ്യലിനെക്കാളും റിസൾട്ട് തരുന്ന മാജിക് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ഓൾ ഓഫ് യു, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് 100% റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു ഫേഷ്യൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ്ങിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റോസ് വാട്ടർ വെച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ക്ലെൻസിങ് ആണ്. നല്ല രീതിയിൽ പൊടിയടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വെയിലൊക്കെ കൊണ്ട് നിങ്ങൾ പുറത്തു നിന്നൊക്കെ വന്നിട്ടാണ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മുഖം നന്നായിട്ട് സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്ത് കഴുകിയതിന് ശേഷം വേണം ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പഞ്ഞിയിൽ കുറച്ച് റോസ് വാട്ടർ എടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് വെച്ച് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഡേർട്സ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ പോർസിനകത്ത് ആയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡേർട്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഈ പഞ്ഞിയിൽ വരാനും എക്സ്ട്രാ മേക്കപ്പിൻ്റെയോ പൗഡറിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതും ഈ ഒരു പഞ്ഞിയിലോട്ട് വരും. റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പാല് യൂസ് ചെയ്യാം. സാധാരണ നമ്മുടെ കാച്ചാത്ത റോ മിൽക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് പഞ്ഞി ഇങ്ങനെ മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഫേസ് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിസിബിളായിട്ട് കാണാൻ പറ്റും എന്തെങ്കിലും എക്സ്ട്രാ ഡേർട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമ്മുടെ പഞ്ഞിയിലോട്ട് വരും. സോ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രബിങ്ങിലോട്ട് പോവാം. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനും നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തൈരാണ്. തൈര് ഇപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞതായാലും കുഴപ്പമില്ല കേട്ടോ. മോര് പോലെ ഇരിക്കുന്ന തൈരായാലും കുഴപ്പമില്ല. കാരണം ഇത് നമ്മൾക്ക് മോയ്സ്ചറൈസേഷനോ അല്ലെങ്കിൽ കുറേ നേരം വെച്ചിരിക്കാനോ പാക്ക് പോലെ ഒന്നുമല്ല. നമ്മൾ സിമ്പിളായിട്ടൊരു സ്ക്രബാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഓട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേറെ ആൾട്ടർനേറ്റീവ്സ് ഒന്നും എനിക്കിപ്പോൾ തൽക്കാലം ഓർമ്മ വരുന്നില്ല. അരിപ്പൊടി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് യൂസ് ചെയ്യാം. ഇത് രണ്ടും തന്നെ നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സ്ട്രാ ഉള്ള ഡേർട്സ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റി നമ്മുടെ തൈരിനെക്കാളും കുറച്ച് വേണം എടുക്കാനായിട്ട്. എപ്പോഴും ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാവാതിരിക്കുള്ളൂ. ദെൻ ഇത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴാണ് ഈ അരിപ്പൊടി ഫുള്ളായിട്ട് കുതിരുള്ളൂ. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ പറ്റുള്ളൂ. അരിപ്പൊടി കുതിർന്ന് വരുമ്പോഴേക്കും അതിലുള്ള ആ ഒരു റൈസിൻ്റെ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങും. അപ്പോൾ അത് വെച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോഴാണ് സാധാരണ നമ്മൾ പെട്ടെന്നെടുത്ത് മസാജ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈവൻ നമ്മളിത് പാക്കായിട്ടാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് നേരം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് നമ്മുടെ വാട്ടറിലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിൽ മിക്സ് ചെയ്ത് പാല്, തൈര്, റോസ് വാട്ടർ ഇതിലെന്തെങ്കിലും ഒന്ന് കുതിർത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല ബെനിഫിറ്റ്സ് കിട്ടും അതിന്ന്. കാര്യം റൈസിൻ്റെ ആ ഒരു എസൻസ് മുഴുവനായിട്ട് പുറത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നല്ല വൈറ്റ് ഗ്ലോ നമുക്ക് തരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നല്ല രീതിയിൽ എന്നിട്ട് സ്ക്രബ് ചെയ്യുക. ഫുൾ ഫേസിലും അപ്ലൈ ചെയ്തതിന് ശേഷം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ പതിയെ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് താഴെ മസാജ് ചെയ്താൽ മതി കേട്ടോ. ദെൻ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ദെൻ നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് വലിച്ചു തുടയ്ക്കുക ഒന്നും ചെയ്യരുത്. വളരെ സേഫായിട്ട് സെക്യൂറായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒപ്പിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് എക്സസ് ആയിട്ടുള്ളത് പോകും. ചെറിയൊരു നനവൊക്കെ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അത് എയർ ഡ്രൈ ചെയ്യാനായിട്ട് തന്നെ വിടുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഉടനെ തന്നെ ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഞാൻ എടുക്കുന്നത് കട്ട തൈരാണ്. അപ്പോൾ അതിൽ വെള്ളം ഒലിച്ചു വരും കുറച്ച് നേരം എടുത്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഞാൻ ആ വെള്ളം മുഴുവനും ഊറ്റി കളഞ്ഞതിന് ശേഷം ആ തൈര് കട്ടയായിട്ടുള്ളത് മാത്രമാണ് എടുക്കുന്നത്. അതിലോട്ട് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 സ്പൂൺ അലോവേര ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് മസാജ് ക്രീമായിട്ട് യൂസ് ചെയ്യാനാണ്. സോ നമ്മളിതിൽ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ മാവ് പോലെ വരുന്ന ഐറ്റംസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ഇതാണ് നമുക്ക്
നമ്മുടെ മസാജിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നല്ല രീതിയിൽ സ്കിന്ന് ഗ്ലൈഡ് ആവാനും നമ്മൾ കൊടുക്കുന്ന സ്കിൻ മസാജിനെ കുറച്ചുകൂടെ പവർഫുൾ ആക്കാനും ഈ ഒരു മസാജ് ക്രീം ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ ഇത് തന്നെയാണ് മസാജ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഞാനിത് ഫുള്ളായിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന തൈര് എന്ന് പറയുന്നത് ഒരു 2 സ്പൂണോളം വരും. ഇച്ചിരി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തത്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മസാജ് ചെയ്ത് തുടങ്ങാം. ഇത് നല്ല ജെൻറ്റിലായിട്ട് സർക്കുലർ മോഷനിലാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്പീഡിൽ മസാജ് ചെയ്യരുത്, വളരെ പതിയെ വേണം മസാജ് ചെയ്യാനായിട്ട്. കാര്യം ഇത് ഓൾറെഡി നല്ല രീതിയിൽ ഗ്ലൈഡ് ആവുന്ന ഒരു മസാജ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ ചറുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ പതിയെ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു മസാജ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ല ഒരു ഗ്ലോ കൊണ്ടുവരും. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ വൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ചുവന്ന തുടുപ്പും ഗ്ലോയും കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ തൈരിൽ സൺ ടാൻ റിമൂവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൾനെസ്സും ഡാർക്ക്നെസ്സും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തേനിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഹെൽപ്പ് ചെയ്യും. അലോവേര ജെല്ല് സ്കിന്നെ നല്ല രീതിയിൽ സൂത്തൻ ചെയ്യും. സ്കിൻ വൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന നമ്മുടെ പാക്ക് ഉണ്ടല്ലോ, നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കെടുത്ത് ഫേസിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പാക്ക് മസാജ് ചെയ്തതിന് ശേഷം മസാജ് ചെയ്യാനായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ നമ്മുടെ ഫേസിൽ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഇതിനിടയ്ക്ക് നിങ്ങൾ മുഖം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് 2 പാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എത്ര മടി പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിലും ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 2 തവണ ഇതൊന്ന് ചെയ്തു നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഗ്ലോ ആവുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരുന്നിട്ട് എപ്പോഴെങ്കിലും ഒരു തവണ വല്ലപ്പോഴും കൂടെ ചെയ്താൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവത്തേ ഉള്ളൂ. സോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റും. കണ്ടോ എത്ര സൂപ്പറാണ്. നല്ല രീതിയിൽ നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാക്കാണ്. എനിക്ക് വൈറ്റ് കളർ കണ്ടപ്പോൾ തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പാക്ക് മാത്രം അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഫുൾ ഫേഷ്യലിൻ്റെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് 100% നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. സോ നമ്മുടെ ഈ പാക്കും ഈ ഫേഷ്യലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് നമ്മളൊരു പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ഫേഷ്യൽ പോലെ തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ. നമ്മൾ ഏതൊക്കെ ഹൈ എൻഡ് പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് ചെയ്താലും ഇത്രയും എഫക്റ്റ് കിട്ടത്തില്ല. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു പാക്കാണ്. അതുപോലെ തന്നെ ഫേഷ്യൽ റുട്ടീനാണ്. ഇത് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാവേ. ടാറ്റാ ബൈ.